പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാകും പരിഗണിക്കുക. ഡിവൈഎഫ്ഐയും മുസ്ലിം ലീഗും ഹർജികൾ സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം സിപിഐയും ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. നിരവധി മുസ്ലിം സംഘടനകളുടെ ഹർജികളും നിലവിൽ കോടതിയിലുണ്ട്. അതേസമയം സിഎഎ നടപ്പാക്കില്ലെന്ന നിലപാടിലാണ് കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ. വിഷ്ണു തുടരുന്നുണ്ട്. വിഷ്ണു, എപ്പോഴാണ് ഹർജി പരിഗണിക്കുന്നത്? എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? കീർത്തി, കഴിഞ്ഞ ദിവസം ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയിൽ വീണ്ടും നിരവധി ഹർജികൾ എത്തിയത്. ആ ഹർജികൾ എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ഹർജി നൽകിയിട്ടുണ്ട്, ഡിവൈഎഫ്ഐ ഹർജി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CPI ഉൾപ്പെടെ ഉള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ CAA നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ ഹർജികൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഇവരൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ മത ധ്രുവീകരണത്തിനുള്ള നീക്കമാണ് ഈ കേന്ദ്ര സർക്കാർ നടത്തുന്നത്. കാരണം മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പൗരത്വം നൽകേണ്ടത് എന്നതാണ് ഹർജിക്കാർ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഹർജികൾ പരിഗണിക്കാനാണ് സാധ്യത. നിലവിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് പൗരത്വ ഭേദഗതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ്. അത് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അക്കാര്യം വ്യക്തമാക്കിയതാണ്. ഒരു കാരണവശാലും പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കാൻ കഴിയുകയില്ല എന്നത് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം നിലവിൽ പല പ്രതിപക്ഷ സംസ്ഥാനങ്ങളും CAA നടപ്പാക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളം, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് CAA നടപ്പാക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അമിത്ഷാ അതിലും ഇന്നലെ ഒരു പ്രതികരണം നടത്തിയിരുന്നു. കാരണം ഇത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാലും അവർക്ക് അതിന് കഴിയുകയില്ല എന്നതാണ് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ഇനി പൗരത്വ നിയമ ഭേദഗതിയിൽ വലിയ തലത്തിലുള്ള നിയമ പോരാട്ടം തന്നെയായിരിക്കും സുപ്രീം കോടതിയിൽ നടക്കുക. കീർത്തി.